ഇന്ത്യയൊട്ടാകെ E20 പെട്രോൾ ലഭ്യമാക്കി ഒരു വർഷത്തിലേറെ പിന്നിടുമ്പോൾ പഴയ വാഹനങ്ങളിൽ ഇതുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. 2023 മുൻപ് നിർമ്മിച്ച പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ 66% പേരും 2025 തുടക്കം മുതൽ തങ്ങളുടെ വാഹനങ്ങളുടെ മൈലേജിൽ 10%-ലധികം കുറവുണ്ടായതായി സമീപകാല സർവേയിൽ വ്യക്തമായിട്ടുണ്ട്. മൈലേജ്, എഞ്ചിൻ അനുയോജ്യത, പെട്രോളിൽ എഥനോൾ കലർത്തുന്ന രീതി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് വീണ്ടും സജീവമാകുന്നതിനിടെയാണ് ഉപഭോക്താക്കൾക്കിടയിൽ സാധാരണയായി ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എഥനോൾ മിശ്രിത പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യ ഒട്ടും ധൃതി കൂട്ടിയിട്ടില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ പദ്ധതി 2 പതിറ്റാണ്ടിലേറെയായി ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ 2001 തന്നെ ആരംഭിക്കുകയും 2004 പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2006 പല സംസ്ഥാനങ്ങളിലും E20 ഇന്ധനം അവതരിപ്പിച്ചു. തുടർന്ന് 2013 ഇതിന്റെ നയപരമായ ചട്ടക്കൂട് വിജ്ഞാപനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2018 ദേശീയ ജൈവ ഇന്ധന നയം വന്നതോടെയാണ് ഈ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായത്. ഇത് എഥനോൾ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും പുതിയ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സഹായിച്ചു. വാഹന നിർമ്മാതാക്കൾ, എണ്ണ കമ്പനികൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി വർഷങ്ങളോളം നടത്തിയ കൂടിയാലോചനകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് രാജ്യം E20 ഇന്ധനത്തിലേക്ക് പൂർണ്ണമായും മാറിയത്. എന്തുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് പ്യുവർ പെട്രോൾ, E10, E20 എന്നിവയിൽ നിന്നും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ വിപണിയിൽ അവസരം നൽകാത്തതെന്ന ചോദ്യത്തിനും സർക്കാർ മറുപടി നൽകുന്നുണ്ട്. രാജ്യവ്യാപകമായി ഇത്തരത്തിൽ വെവ്വേറെ ഇന്ധന വിതരണ ശൃംഖലകൾ നിലനിർത്തുന്നത് പ്രായോഗികമല്ല എന്നാണ് സർക്കാരിന്റെ വാദം. രാജ്യത്തുടനീളമുള്ള 1,00,000-ലധികം വരുന്ന ഇന്ധന സ്റ്റേഷനുകൾ, ഡിപ്പോകൾ, ടെർമിനലുകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയിലൂടെ പ്യുവർ പെട്രോളിനും മറ്റ് എഥനോൾ മിശ്രിതങ്ങൾക്കുമായി സമാന്തര വിതരണ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് വിതരണ മേഖലയിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും. എഥനോൾ ഉൽപാദന അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഇതിനകം രാജ്യത്ത് 1,00,000 കോടിയോളം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനാൽ ഉപഭോക്താക്കളുടെ സൗകര്യവും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും ഈ വൻ നിക്ഷേപങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനാണ് ഈ ഒരൊറ്റ ഇന്ധന നയം നടപ്പിലാക്കുന്നത്. E20 ഇന്ധനത്തിന് സാധാരണ പെട്രോളിനേക്കാൾ വിലക്കുറവില്ലാത്തത് എന്തുകൊണ്ടാണെന്ന കാര്യവും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. എഥനോൾ മിശ്രിത പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പെട്രോളിന്റെ വില കുറയ്ക്കുക എന്നതല്ല, മറിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ്. കർഷകർക്ക് മികച്ച പ്രതിഫലം ഉറപ്പാക്കുന്നതിനായി നല്ലൊരു തുകയ്ക്കാണ് അവരിൽ നിന്നും എഥനോൾ സംഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണവില കണക്കിലെടുക്കുമ്പോൾ സാധാരണ പ്യുവർ പെട്രോളിനേക്കാൾ E20 ഉൽപ്പാദിപ്പിക്കാൻ ചിലപ്പോൾ ചെലവ് കൂടുതലായിരിക്കും. എന്നിരുന്നാലും ഈ പദ്ധതിയിലൂടെ ഇതിനകം തന്നെ വിദേശത്തു നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാനും വൻതോതിൽ വിദേശ നാണയം ലാഭിക്കാനും അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ എഥനോൾ ഉൽപ്പാദനത്തിലൂടെ രാജ്യത്തെ കർഷകർക്ക് വലിയൊരു തുക വരുമാനമായി ലഭ്യമാക്കാനും ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. E20 ഇന്ധനം പഴയ വാഹനങ്ങളുടെ എഞ്ചിനുകൾക്ക് കേടുപാടുകൾ വരുത്തുമെന്ന പ്രചരണങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യാപകമായ തെളിവുകളൊന്നും നിലവിലില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. വാഹന നിർമ്മാതാക്കൾ, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, സിയാം, എണ്ണ കമ്പനികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് E20 ഇന്ധനം വിപണിയിൽ ഇറക്കിയത്. വാഹനങ്ങൾക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളോ എഞ്ചിൻ കേടുപാടുകളോ ഉണ്ടാകുമായിരുന്നെങ്കിൽ നിർമ്മാതാക്കൾ E20 അനുയോജ്യമായ വാഹനങ്ങൾക്ക് അംഗീകാരം നൽകുകയോ അല്ലെങ്കിൽ നിലവിലെ വാറന്റി പിന്തുണ തുടരുകയോ ചെയ്യുമായിരുന്നില്ല. E20 ഇന്ധന കാരണം എവിടെയെങ്കിലും ഇന്ധന പൈപ്പുകൾക്ക് നാശമുണ്ടായെന്നോ അസാധാരണമായ എഞ്ചിൻ തകരാറുകൾ സംഭവിച്ചെന്നോ ഉള്ള റിപ്പോർട്ടുകളൊന്നുമില്ലാതെ തന്നെ ദശലക്ഷക്കണക്കിന് പഴയ വാഹനങ്ങൾ നിലവിൽ സാധാരണ രീതിയിൽ സർവീസ് ചെയ്യുന്നുണ്ടെന്ന വ്യവസായ മേഖലയിലെ കണക്കുകളും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം E20 ഇന്ധനം മൈലേജ് കുറയ്ക്കുമെന്ന കാര്യത്തിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ സമ്മതിക്കുന്നുണ്ട്. ചില വാഹനങ്ങൾക്ക് ഇന്ധനക്ഷമതയിൽ 3 മുതൽ 5% വരെ കുറവുണ്ടായേക്കാം. എന്നാൽ ഇതോടൊപ്പം E20 ഇന്ധനത്തിന് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ളതിനാൽ ഇത് വാഹനങ്ങൾ മികച്ചതും സുഗമവുമായ ആക്സിലറേഷനും എഞ്ചിൻ കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് സഹായിക്കുമെന്നും പുക പുറന്തള്ളുന്നത് വലിയ തോതിൽ കുറയ്ക്കാനും ഇതിനാകും. ഈ ഗുണങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ മൈലേജിലുണ്ടാകുന്ന ചെറിയ കുറവ് ഉപഭോക്താക്കൾക്ക് വലിയ നഷ്ടമായിരിക്കില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ.